Good morning, students. Today we are going to discuss about the topic of product differentiation. It is a fundamental feature of monopolistic competition. What do you mean by product differentiation? Product differentiation is the process of distinguishing a product or service from other products or services available in the market. അതാണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷന്റെ എക്സാക്ട് മീനിങ് ആണ് പറഞ്ഞത്. ഡിസ്റ്റിങ്വിഷിങ് എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിനെ നമ്മളൊന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. അതായത് മാർക്കറ്റിൽ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റിനെ ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. അതിനാണ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിഫറൻഷിയേറ്റിംഗ് എ പ്രോഡക്റ്റ് ഫ്രം അതേഴ്സ് ഇൻ ദ മാർക്കറ്റ് ടു മേക്ക് ഇറ്റ് മോർ അപ്പീലിംഗ് ടു ദ ടാർഗറ്റ് മാർക്കറ്റ്. നമുക്ക് ആ ടാർഗറ്റ് മാർക്കറ്റിനെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാണ് ചെയ്യുന്നത്. കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മുടെ ഫേമിന്റെ പ്രൊഡക്റ്റിനെ നമ്മളൊന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് എന്ത്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിന്റെ ഡെഫിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ മീൻസ് ആഡിങ് ഫീച്ചേഴ്സ് ടു പ്രോഡക്ട്സ്. നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. To separate them for competitive products in the eyes of consumers. കൺസ്യൂമേഴ്സിന്റെ വ്യൂ പോയിന്റിൽ കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റിൽ നിന്ന് ഒരു കുറച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. വാട്ട് യു മീൻ ബൈ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ടു ആഡ് ഫീച്ചേഴ്സ് ടു പ്രോഡക്ട്സ് to separate them from competitive products in the eyes of consumers. Some features to be added into the products, that is product differentiation. Okay, നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ അതിൽ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനാണ് എന്താ പറയുന്നത്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഓക്കെ, it is marketing the process in which product is differentiated from others. മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. It is distinguishing a product or services from other products or services available in the market. Okay, അപ്പൊ ഇനി നെക്സ്റ്റ് പറയുന്നത് what are the different types of product differentiation? 3 types ആണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ horizontal product differentiation, then vertical product differentiation, then fixed product differentiation. അപ്പൊ എന്താണ് horizontal product differentiation ആണ് പറയുന്നത്. It is done for products which are difficult to classify because they have many features. നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്താണ്, കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. കുറച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറെ ഫീച്ചേഴ്സ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. Therefore, only one feature is considered. കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, അപ്പൊ അതിൽ ഒരു ഫീച്ചർ മാത്രം നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. Consumers are not certain about the quality of the product that they compare. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കേസിൽ കൺസ്യൂമേഴ്സ് മേ ചൂസ് ദിസ് വൺ ബിക്കോസ് ഓഫ് ടേസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സോഫ്റ്റ് ഡ്രിങ്ക് നമ്മൾ സെലക്ട് ചെയ്തത്. പെപ്സി, കൊക്കക്കോള, മിറിൻഡ കുറെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ അതിലൊരെണ്ണം സെലക്ട് ചെയ്യുന്നത്. They cannot determine which one is superior in quality. അതിൽ ഏതാണ് കൂടുതൽ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ളത് നമ്മളതിൽ സെലക്ട് ചെയ്യുന്നില്ല. അതാണ് എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാല്. അതായത് it refers to the making distinction in products that cannot be easily evaluated in terms of quality. ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് ഈസിലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ടൈപ്പിലൊരു ഡിഫറൻസിയേഷൻ ആണ് എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാല്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് വെർട്ടിക്കൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ്. എന്താണ് വെർട്ടിക്കൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാല്, a consumer compare a product according to one feature, say quality നോക്കിയിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്നു. അതാണ് എന്ത് പറയുന്നത്, വെർട്ടിക്കൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. അപ്പൊ അവരെണ്ണേ ഉള്ളൂ, ക്വാളിറ്റി മാത്രം. നേരത്തെ നമ്മൾ പറയുന്നത് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, അപ്പൊ അതില് ക്വാളിറ്റി നമുക്കത് ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഇവിടെ പറയുന്നത് ഓൺലി വൺ ഫീച്ചർ, ദാറ്റ് ഈസ് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇതിൽ പറയുന്നത് ഇന്റലിന്റെ തന്നെ ലാപ്പിന്റെ ഒരു എക്സാമ്പിൾസ് ഉണ്ടല്ലോ, i3 i5 എന്നുള്ള കമ്പാരിസൺസ് ആണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളത് ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. The vertical product differentiation refers to making distinction in products that can be evaluated easily in terms of quality. ഇപ്പൊ ക്വാളിറ്റി ബേസിസിൽ നമുക്ക് അതിനെ ഈസി ആയിട്ട് നമുക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്യാം. ആ ടൈപ്പ് ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഹൊറിസോണ്ടൽ നമ്മൾ എന്താ പറയുന്നത്, ഇറ്റ് കനോട്ട് ബി
easily evaluated in terms of quality. Vertical എന്താ പറയുന്നത്? It can be evaluated in terms of quality. Okay. Then mixed product differentiation എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും കൂടിയിട്ടുള്ള ഫീച്ചേഴ്സ് മിക്സ്ഡ് ആയിട്ടുള്ളത്. It's a combination of horizontal and vertical. It's common when consumers consider more complex products. Complex ആയിട്ടുള്ള products, sophisticated ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോഴാണ് മിക്സഡ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഇറ്റ്സ് ബേസ്ഡ് ഓൺ വെറൈറ്റി ഓഫ് ഫീച്ചേഴ്സ്. പല വെറൈറ്റി ഓഫ് ഫീച്ചേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിക്സഡ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻസ് ക്രിയേറ്റ്. അപ്പൊ 3 ടൈപ്പാണ് പറയുന്നത്: ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആൻഡ് മിക്സഡ്. ഓക്കെ. Then next one, advantages. Advantages of product differentiation. 6 types പറയുന്നുണ്ട്. First one, creates value. ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്നതാണ് ഡിസ്റ്റിംഗ്വിഷിംഗ് അവർ പ്രോഡക്റ്റ് ഫ്രം കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ്, അല്ലെ? നമ്മുടെ പ്രോഡക്റ്റിന് നമ്മൾ കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റിൽ നിന്നൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതാണ് എന്ത് പറയുന്നത് നമ്മള് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിലെന്താണ് ഫസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ് വാല്യൂ. ഓക്കെ. ഇറ്റ്സ് ഗിവ് എ റീസൺ ടു കൺസ്യൂമേഴ്സ് to choose the brand over others and repeat the purchase. എന്തുകൊണ്ടാണ് അവര് മറ്റ് ബ്രാൻഡുകളിൽ നമ്മുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യണതുള്ളതോ റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ ബ്രാൻഡ് തന്നെ പർച്ചേസ് ചെയ്യുന്നത്? അപ്പൊ അത് പറയുന്നത് ഇറ്റ്സ് ക്രിയേറ്റ് വാല്യൂ ടു അവർ പ്രോഡക്ട്സ്. നമ്മുടെ പ്രോഡക്റ്റിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. Then second one, helps in defending higher prices. അതായത് ഇപ്പൊ നമ്മൾ ആ ഒരു പ്രോഡക്റ്റിന് ഹയർ പ്രൈസ് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അതിന് റീസൺ ഉണ്ട്, അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ അതിന് ഹയർ പ്രൈസ് ചാർജ് ചെയ്തിരുന്നത്? അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നതാണ് ഹെൽപ്സ് ഇൻ ഡിഫെൻഡിങ് ഹയർ പ്രൈസ്. ഇറ്റ് ഹെൽപ്സ് ദ കമ്പനീസ് ടു ഗിവ് എ റീസൺ വൈ ദേ ചാർജ് ഹയർ പ്രൈസ് ഫോർ ദെയർ പ്രോഡക്റ്റ്. എന്തുകൊണ്ടാണ്? ഇറ്റ് പ്രൊവൈഡ് സം ഫീച്ചേഴ്സ് ടു ദി ഇറ്റ് ആഡ് സം ഫീച്ചേഴ്സ്, അല്ലെ? കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റിൽ നിന്നും ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? ഹൈ പ്രൈസ് ചാർജ് ചെയ്യും. Third one, helps in non-price competition. It helps the companies to compete the areas other than price. Price അല്ലാതെയുള്ള കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, that is quality, then അതിന്റെ ലുക്ക്, അട്രാക്റ്റീവ്, അങ്ങനത്തെ പാക്കിംഗ്, അങ്ങനത്തെ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കോമ്പറ്റീഷനിൽ ഇത് ഹെൽപ്ഫുൾ ആണ്. Then it creates brand loyalty. A successful differentiation strategy creates brand loyalty among the customers. It builds brand loyalty. Okay, ഒരു ബ്രാൻഡ് ലോയാലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then it creates a perception of no close substitutes. അതായത് കൺസ്യൂമേഴ്സിന്റെ ഒരു വ്യൂ പോയിന്റിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിന് വേറൊരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല എന്നുള്ള ഒരു അസംഷൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത് ക്രിയേറ്റ്സ് എ പെർസെപ്ഷൻ ഓഫ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. A successful product differentiation strategy may create a perception among the consumers. Consumersന്റെ ഇതിൽ അവർക്കൊരു വ്യൂ പോയിന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. There are no close substitutes available in the market. നമ്മുടെ പ്രോഡക്ട്സിന് വേറെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും അവൈലബിൾ അല്ല എന്നുള്ളൊരു അസംഷൻ നമുക്ക് അവിടെ പെർസെപ്ഷൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. Then competitive advantage. It helps to build competitive advantage over other brands. നമുക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഡിഫറെന്റ് അഡ്വാൻറ്റേജസ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ക്രിയേറ്റ്സ് വാല്യൂ, ഹെൽപ്സ് ഇൻ ഡിഫെൻഡിങ് ഹയർ പ്രൈസസ്, ഹെൽപ്സ് ഇൻ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ, ക്രിയേറ്റ്സ് ബ്രാൻഡ് ലോയാലിറ്റി, ദെൻ ക്രിയേറ്റ്സ് എ പെർസെപ്ഷൻ ഓഫ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, നോൺ അല്ല നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജ് ഫസ്റ്റ് പറയുന്നത് ആഡഡ് പ്രഷർ ഓൺ ദി മാനുഫാക്ചേഴ്സ്. മാനുഫാക്ചേഴ്സിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കോമ്പറ്റീറ്റേഴ്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്ന കുറെ ഫീച്ചേഴ്സ് നമുക്ക് അതിൽ ആഡ് ചെയ്യണം. അപ്പൊ ആ ഒരു പ്രഷർ മാനുഫാക്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് പ്രഷർ ഓൺ ദ മാനുഫാക്ചേഴ്സ് ടു ഡിസൈഡ് വിത്ത് ആട്രിബ്യൂട്ട് could turn out to be unique selling position for that product. യുണീക് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് അവർക്ക് പ്രഷർ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. Then second one, higher prices ആണ് ഉണ്ടാവുക. Production and marketing cost may be increased on account of differentiation. അപ്പോൾ ഡിഫറൻസിയേഷൻ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. Due to the firms can charge higher prices for their products. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യാണ്? ഹയർ പ്രൈസ് ചാർജ് ചെയ്യാൻ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തതുകൊണ്ട് the firm may charge higher prices for their products. Then third one, increased revenue not guaranteed.
നമ്മൾ എന്തിനു വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്? നമുക്ക് ആ ഒരു മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നുള്ളത് നമുക്ക് ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല. The product differentiation does not guarantee more sales and more revenue. നമ്മുടെ സെയിൽസ് കൂട്ടുന്നു, റവന്യൂ കൂട്ടുന്നുള്ള ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. ആഡഡ് പ്രഷർ ഓൺ ദ മാനുഫാക്ചേഴ്സ്, ഹയർ പ്രൈസസ്, then increased revenue not guaranteed. Then next പറയുന്നത് ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഓർ ബേസിസ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. അപ്പൊ ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സിലാണ്, അല്ലെ ഏതൊക്കെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എഫക്ട് ചെയ്യുന്നത് പറയുന്നത്. ഫസ്റ്റ് വൺ, ഫോം. A product can be differentiated on the basis of the form of the product. The physical structure, size, shape, ആ ഒരു ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസിയേഷൻസ് കൊണ്ടുവരാൻ കഴിയും. അതെന്ത് പറയുന്നത്? ഫസ്റ്റ് വൺ, ഫോം എന്ന് പറഞ്ഞാൽ. ഓക്കെ, the physical structure, size and shape of the product can be used to differentiate it from others. മറ്റുള്ളവരെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. Then second one, features. The product can be differentiated by adding some features into that product. ഓക്കെ, നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം അതിലേക്ക്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ മൊബൈൽ ഫോൺ, ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺ മറ്റുള്ള മൊബൈൽ ഫോണിനേക്കാളും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറെ അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതാണ് എന്ത് പറയുന്നത്, സെക്കൻഡ് വൺ, ഫീച്ചേഴ്സ് പറയുന്നത്. Then third one, performance quality. അതായത് ക്വാളിറ്റി. എ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓൾവേസ് സ്റ്റാൻഡ് ഔട്ട് ഫ്രം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ്. ഓക്കെ, നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡ്യൂറസെൽ ബാറ്ററി ആണ് 10 times ലോങ്ങർ ദാൻ ഓർഡിനറി ബാറ്ററീസ്. ഓർഡിനറി ബാറ്ററീസിനേക്കാൾ കൂടുതൽ നമുക്കത് ഡ്യൂറബിലിറ്റി ഉണ്ട്. അതാണ് പെർഫോമൻസ് ക്വാളിറ്റി നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് ഓഫ് ദി പ്രോഡക്റ്റ്, പ്രോഡക്റ്റിന്റെ പെർഫോമൻസിനനുസരിച്ച് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതാണ് ഇതിൽ പറയുന്നത് പെർഫോമൻസ് ക്വാളിറ്റിയിൽ. നെക്സ്റ്റ് വൺ, ഡ്യൂറബിലിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെ ഡ്യൂറബിലിറ്റിയിൽ പറയുന്നത് അത് നമുക്ക് കുറച്ചുകൂടി കാലം നമുക്കത് ഡ്യൂറബിൾ ആയിരിക്കണം ആ പ്രോഡക്റ്റ്. അപ്പൊ ഡ്യൂറബിലിറ്റി എന്നുള്ള ഒരു ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, റിലയബിലിറ്റി. Some products are known to be more reliable than others. അപ്പൊ മറ്റുള്ള ചില ബ്രാൻഡുകൾ നമുക്ക് മറ്റുള്ള പ്രോഡക്റ്റിനേക്കാൾ കൂടുതൽ റിലയബിൾ ആവുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് അതിന് അത്രയും എന്താ പറയാ ഒരു പോസിബിലിറ്റി, നമ്മൾ എന്താണ് നമ്മൾ കസ്റ്റമേഴ്സ് ഉദ്ദേശിക്കുന്ന ഒരു വാല്യൂ എന്താണോ ആ ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത്. അതാണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാല്. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് റിലയബിലിറ്റി. അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ വോൾവോ ബസ് ആണ്. അപ്പൊ ആളുകൾ എന്തുകൊണ്ടാണ് വോൾവോ ബസ് സെലക്ട് ചെയ്യുന്നത്, അവർക്ക് അത് കുറച്ചുകൂടി റിലയബിൾ ആണ് അല്ലേ, അതിന് ട്രാവലിങ്ങിനൊക്കെ കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആയതുകൊണ്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ റിലയബിലിറ്റിയുടെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസിയേഷൻസ് കൊണ്ടുവരാൻ കഴിയും. നെക്സ്റ്റ് ആണ് പറയുന്നത് സ്റ്റൈലാണ്. Some brands have been positioned in the minds of consumers simply because of their styles. ആ ഒരു പ്രോഡക്റ്റിന്റെ സ്റ്റൈലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന്റെ മൈൻഡിലേക്ക് അത് എന്താ പറയാ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചില എന്താ പറയാ എക്സാമ്പിൾ ആയിട്ട് ചില ടൈപ്പ് ഓഫ് ബൈക്കുകൾ ഒക്കെ കൺസ്യൂമേഴ്സിന്റെ മൈൻഡിലേക്ക് ചില സ്റ്റൈലൊക്കെ കൊണ്ട് അവർ കൺസ്യൂമേഴ്സിന്റെ മൈൻഡിലേക്ക് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഒരു ലോയാലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് നെക്സ്റ്റ് എന്താണ് സ്റ്റൈല്. ഓരോ ബ്രാൻഡിനും അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റൈൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ലുക്ക്. Looks play a very important role in differentiating the products, especially in the case of apparels and other luxury products. Apparels and luxury productsനൊക്കെയാണ് എന്ത് ലുക്സിന് വെരി ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത്. ഇപ്പൊ ഓൺലൈൻ ഷോപ്പിംഗ്, ആംവേ ഒക്കെ സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കമ്പനി യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്തായിട്ട് നമുക്കാണ് നമ്മുടെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഒരു ഭാഗമാണ്. Then location, the manufacturer's location, brands, home country, then retailer's location, very important role in differentiating products from competitors. Then next, marketing efforts. Marketing efforts give rise to the brand image. Brand image is a decent product differentiator. അപ്പൊ ഒരു മാർക്കറ്റിംഗ് എഫേർട്സ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇൻ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ആഫ്റ്റർ സെയിൽ സർവീസ്. Good after sale services makes the customers have good faith in that brand. Okay, and make them differentiate it from others. ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു, നമ്മൾ ആ വാഷിംഗ് മെഷീന്റെ ആഫ്റ്റർ സെയിൽ സർവീസ് നമുക്ക് കറക്റ്റ് ആയിട്ട് അവർ കണ്ടക്ട് ചെയ്ത് തരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുള്ളൂ, ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് മറ്റുള്ള ഒരു പ്രോഡക്റ്റിനേക്കാളും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്.
That is after sales service. Provide good after sales service. It must be differentiated from the competitive products. Okay, these are the various factors affecting product differentiation or base for the product differentiation, that is form, features, performance quality, durability, reliability, style, look, then channels of distribution, location, then marketing efforts, after sale services. Okay, the next one, product differentiation and equilibrium of the firm. Due to the product differentiation, both the cost of production and demand may change. Okay, a peculiar feature of product differentiation is that for each variety of product, ഓരോ variety of products, there is a certain cost schedule and certain demand schedule. Cost schedule, demand schedule, variety of products, each variety of products has cost schedule and demand schedule. The higher the quality of the product, the greater will be the cost per unit and potential sales. അപ്പോൾ ഹയർ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിന് എന്തായിരിക്കും, കോസ്റ്റ് പെർ യൂണിറ്റ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ സെയിൽസും കൂടുതലായിരിക്കും. ഓക്കെ, decisions regarding price, output and variety out of many varieties should be made by the firm simultaneously. അപ്പോൾ ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യണം, പല തരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട് ഒരു ഫേം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ്, ഔട്ട്പുട്ട് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ ഡിസിഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്, the higher the quality of the product, the greater will be the cost per unit and potential sales. Cost per unit കൂടും, സെയിൽസും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമ്മളൊരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസ്യൂമിങ് ദ പ്രൈസ് ഈസ് കോൺസ്റ്റന്റ്. പ്രൈസ് കോൺസ്റ്റന്റ് ആണ്, പ്രൈസ് റിമെയിൻസ് ദ സെയിം. ഗ്രാഫ് വിച്ച് ചൂസ് എ പർട്ടിക്കുലർ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്. ഇത് നമുക്കൊരു വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. 3 വെറൈറ്റി ഉണ്ട്, എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള 3 വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Okay, the cost curve of them are AA, BB and CC. അവരുടെ കോസ്റ്റ് കർവുകളാണ്, 3 വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് ആണ് ഒരു ഫേം കൊടുക്കുന്നത്. That is A, B and C. Cost curves are AA, BB and CC. Okay, the constant price is assumed OP. Price remains constant, that is OP. At that price, the firm will be able to sell OQ1 quantity of A and OQ2 quantity of B and OQ3 quantity of C, variety C. Okay, it is assumed that for each price a certain quantity of variety can be sold. അതായത് സെയിം പ്രൈസ് ആണ്, വെറൈറ്റി ഓഫ് ക്വാണ്ടിറ്റീസ് ക്യാൻ ബി സോൾഡ്. നമുക്ക് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ക്യാൻ ബി സോൾഡ്. ഓക്കെ, അറ്റ് ദാറ്റ് ഫിക്സഡ് പ്രൈസ് OP, the quantity demanded for variety A. ഈ പ്രൈസ് OP എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസിൽ the quantity demanded for variety A എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, is OQ1 and total profit. OQ1 ആണ് അവരുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് and total profit is PD D1 D2. കണ്ട, ഈ ഒരു പോർഷൻ ആണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പോയിന്റ് ജോയിൻ ചെയ്യുന്ന പോയിന്റ്, കോസ്റ്റ് കർവ് ജോയിൻ ചെയ്യുന്ന പോയിന്റ്, ഡിമാൻഡ് OQ1, then പ്രൈസ് PD ആണ്. അപ്പൊ അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്, ഈ ഒരു ലെവലിലാണ്, PD D1 D2. PD D1 D2 എന്നുള്ളതാണ് അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് വെറൈറ്റി A എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ വെറൈറ്റി B ആണ്. പ്രൈസ് P തന്നെയാണ് കിടക്കുന്നത്. അവരുടെ കോസ്റ്റ് കർവ് ആണ് എന്ത്, BB എന്ന് പറഞ്ഞിട്ടുള്ള കോസ്റ്റ് കർവ്. അപ്പൊ BB എന്ന് പറഞ്ഞിട്ടുള്ള കോസ്റ്റ് കർവ് എവിടെയാ വരുന്നത്? ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് അത്, പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വിലിബ്രിയം പോയിന്റിൽ ജോയിൻ ചെയ്യുന്നു. ദെൻ അവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടോട്ടൽ പ്രോഫിറ്റ് ഫോർ വെറൈറ്റി ബി ഈസ് PE1 E2. PE1 E2 ആണ്. ഓക്കെ, E1 E2. ഈ ലൈൻ ജോയിൻ ചെയ്തിട്ടുള്ള, ഇപ്പൊ നമ്മൾ മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക, പ്രൈസ് ലൈൻ വരച്ചിട്ട് നേരെ അതിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ താഴേക്ക് വരച്ചു. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് നമുക്ക് കിട്ടിയത്. E1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ആണ് കിട്ടിയത്. ഈ E1 എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് വരുമ്പോൾ അവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞായിരിക്കും, ഇത്രയും പോർഷൻസ് ആയിരിക്കും പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇത്രയും പോർഷൻ കോസ്റ്റ് ആണ്, ഇത്രയും, അതായത് സോറി ഇത്രയും പോർഷൻ അവരുടെ കോസ്റ്റ് ആണ് പറയണത്. എന്ത്, ഈ ഇത്രയും പോർഷൻ,
ഈ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള പോർഷൻ E1 വരെയുള്ള Q2 തൊട്ട് E1 വരെയുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കോസ്റ്റ് ആണ്. അപ്പൊ ഇത്രയും പോർഷൻ ആണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ E1 E2 ആണ് വെറൈറ്റി ബിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് വെറൈറ്റി സി ആണ്. വെറൈറ്റി സിയുടെ നമ്മൾ ഈ ഒരു പ്രൈസ് ലൈൻ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് താഴേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ G1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ഈ G1 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വിലിബ്രിയം പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ അതിന് ഇത്രയും ഭാഗം കോസ്റ്റ് വരുന്നുണ്ട് അവരുടെ. പക്ഷെ പ്രോഫിറ്റ് എത്രയേ ഉള്ളൂ? കുറച്ച് പോർഷൻ മാത്രമേ പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. ദാറ്റ് ഇസ് PG G1 G2 ആ ഒരു പോർഷൻ ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഏത് പ്രോഡക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ദ പ്രൊഡ്യൂസർ വിൽ ചൂസ് വെറൈറ്റി ബി ബിക്കോസ് ഇറ്റ് ഓഫേഴ്സ് മാക്സിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. വെറൈറ്റി ബി ആണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ഏതാണ്? വെറൈറ്റി ബി ആണ്. അപ്പൊ പ്രൊഡ്യൂസർ വിൽ സെലക്ട് വെറൈറ്റി ബി ബിക്കോസ് ഇറ്റ് വിൽ ഗിവ് മാക്സിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. അതാണ് ഇതിൽ പറയുന്നത് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിൽ പറയുന്നത്. എന്താ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ product differentiation means adding features to products or services to separate them from competitors' products in the eyes of consumers. That is product differentiation. Okay, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ it is the process of distinguishing a product or service from other products available in the market. നമ്മളുടെ പ്രോഡക്റ്റ് നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഒന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക from other products or services available in the market. Okay. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ.